അഹമ്മദാബാദ് വിമാനാപകടത്തിൽ വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടിനെതിരെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം നടക്കുമ്പോഴുള്ള ഇത്തരം റിപ്പോർട്ടുകൾ നിരുത്തരവാദപരം. അന്തിമമായ നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയില്ല. അന്തിമ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കണമെന്നും AAIB പ്രതികരിച്ചു. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അരവിന്ദ്, ഈ വാൾസ്ട്രീറ്റിന്റെ റിപ്പോർട്ടിൽ AIBയുടെ പ്രതികരണം എങ്ങനെ? അനീഷ, അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് പിന്നാലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം നിരവധി റിപ്പോർട്ടുകളാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വാൾസ്ട്രീറ്റ് ജേർണലിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് ക്യാപ്റ്റനാണ് ഇത്തരത്തിൽ ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്നാണ്. അത് അത്തരമൊരു സൂചന അവരുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഒരു പ്രാഥമികമായ റിപ്പോർട്ട് മാത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് നിഗമനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം നടപടികൾ അത് നിരുത്തരവാദപരമെന്ന് തന്നെ AAIB ചൂണ്ടിക്കാണിക്കുന്നു. ഉടൻ തന്നെ പൂർണ്ണമായ അന്വേഷണം പൂർത്തിയാക്കിയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കും. അതിൽ കൃത്യമായി എന്താണ് അപകട കാരണമെന്ന് വ്യക്തമാക്കുമെന്ന് കൂടി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു അന്വേഷണം നടക്കുമ്പോഴുള്ള ഇത്തരം റിപ്പോർട്ടുകളെ ജനങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ മാധ്യമങ്ങളും പരമാവധി ഒഴിവാക്കണമെന്ന് തന്നെയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം റിപ്പോർട്ടുകൾ അത് ഒരു സ്ഥിരീകരിക്കാത്ത സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമം നടത്തുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഏജൻസി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുമെന്നും ഉടൻ തന്നെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നു. ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിൽ എന്താണ് നടന്നതെന്ന് മാത്രമാണ് വ്യക്തമാക്കുന്നത്. അതിൽ അല്ലാതെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്തരം റിപ്പോർട്ടുകളെ പൂർണ്ണമായും അവഗണിക്കണമെന്ന് തന്നെയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അടക്കം പൈലറ്റുമാരുടെ സംഘടനകളടക്കം ഈ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത്തരം റിപ്പോർട്ടുകൾ അത് പൈലറ്റുമാർ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു. എന്തായാലും വാൾസ്ട്രീറ്റ് ജേർണലിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിനെതിരെ ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്ന എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. അനീഷ. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്.